ഹായ്, ഇത് നമുക്ക് ഫജാൻസ് റൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെടാം. നോക്കിക്കേ, മാക്സിമം കൊവാലൻ ക്യാരക്ടർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി കോമ്പൗണ്ട്. ഇതിൽ ഏത് കോമ്പൗണ്ടിനാണ് കൊവാലൻ ക്യാരക്ടർ കൂടുതലുള്ളത് എന്നാണ് ചോദ്യം. NaI-Mg-I2 Al-Cl3 Al-I3. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചോദ്യം, ഇപ്പോൾ കൊവാലൻ ക്യാരക്ടർ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അയോണിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ആർക്ക് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോണം ഫജാൻസ് റൂൾ യൂസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ആൻസറിലേക്ക് എത്തപ്പെടേണ്ടത്. ഓക്കെ, ഫജാൻസ് റൂൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? കൊവാലന്റ് ക്യാരക്ടർ ഓഫ് ദി അയോണിക് കോമ്പൗണ്ട്സ്. അയോണിക് കോമ്പൗണ്ട്സിൻ്റെ കൊവാലന്റ് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂളാണ് ഫജാൻസ് റൂൾ. ഈ ഫജാൻസ് റൂളിനകത്ത് പ്രധാനമായിട്ടും 2 റൂളുകളാണ് ഇൻവോൾവ് ചെയ്യുന്നത്. 2-ലധികം ഉണ്ട്. മെയിനായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യന് ആൻസറിലേക്ക് എത്താനായിട്ട് പ്രധാനമായിട്ടും 2 കൺസെപ്റ്റുകളാണ് അല്ലെങ്കിൽ 2 റൂളുകളാണ് ഫജാൻസ് റൂളുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അത് ജസ്റ്റ് ആദ്യം ഒന്ന് നോക്കാം. റൂൾ 1 പറയുന്ന ഇതാണ്: സ്മോളർ ദി കാറ്റയോൺ ഓർ ലാർജർ ദി ആനിയോൺ ഗ്രേറ്റർ ദി കൊവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. എന്താണ്? കാറ്റയോണിൻ്റെ സൈസ് ഏറ്റവും ചെറുതും ആനിയോണിൻ്റെ സൈസ് ഏറ്റവും വലുതുമാകുമ്പോൾ ആ അയോണിക് കോമ്പൗണ്ടിൻ്റെ കൊവാലന്റ് ക്യാരക്ടർ കൂടും. ഓക്കെ, രണ്ടാമത്തെ റൂള് പറയുന്ന ഇതാണ്: ഗ്രേറ്റർ ദി ചാർജ് ഓൺ എയ്തർ കാറ്റയോൺ ഓർ ആനിയോൺ ഗ്രേറ്റർ ദി കൊവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് കോമ്പൗണ്ട്. എന്താണ്? ആനിയോണിൻ്റെ ആയിക്കോട്ടെ കാറ്റയോണിൻ്റെ ആയിക്കോട്ടെ ചാർജ് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ കൊവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് കോമ്പൗണ്ട് ഓൾസോ ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫജാൻസ് റൂളുമായിട്ട് ബന്ധപ്പെട്ട് കൊവാലന്റ് ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. ഇനി നിങ്ങൾ ഈ ചോദ്യത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇവിടെ ഓരോ ഇടത്തും ഇവരുടെ ചാർജസ് ജസ്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. Na+ഉം I-ഉം Mg2+ഉം I-, 2I-, ഇവിടെ Al3+ഉം 3Cl-, ഇവിടെ Al3+C + 3I-. അപ്പോൾ ഇതിൽ ചാർജ് കൂടുമ്പോൾ കൊവാലന്റ് ക്യാരക്ടർ കൂടും എന്ന് പറഞ്ഞു. ചാർജ് ഏറ്റവും കൂടുതലുള്ള 2 പേർ ആരൊക്കെയാ? Al-Cl3 Al-I3. അപ്പോൾ ഇവർക്ക് 2 പേർക്കുമായിരിക്കും കൊവാലന്റ് ക്യാരക്ടർ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ പഠിച്ച ഫാക്ടർ എന്താണ്? കാറ്റയോണിൻ്റെ സൈസ് ചെറുതും ആനിയോണിൻ്റെ സൈസ് കൂടുമ്പോഴാണ് കൊവാലന്റ് ക്യാരക്ടർ കൂടുന്നത്. ഇതിൽ ആനിയോണിൻ്റെ സൈസ് ഏറ്റവും കൂടുതൽ ആർക്കാണ്? അയഡിൻ അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ കൊവാലന്റ് ക്യാരക്ടർ ഈ കൂട്ടത്തിലുള്ളത് ആർക്കായിരിക്കും? Al-I3. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ.